എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്ക് അറിയാം? DC ബുക്സ് പ്രസിദ്ധീകരിച്ച വിനോദ് നായരുടെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് മിണ്ടാട്ടം. മിണ്ടാട്ടം എന്ന പുസ്തകത്തിനകത്ത് കൊണ്ടാട്ടം ഒരു മിണ്ടാട്ടം എന്ന പേരിൽ ഒരു കുറിപ്പുണ്ട്. കൊണ്ടാട്ടം ഒരു പലഹാരമാണ്. എഴുത്തുകാരൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ അരീപ്പറമ്പിലാണ്. അരീപ്പറമ്പിലെ വീട്ടിൽ വേനൽക്കാലം കൊണ്ടാട്ടത്തിൻ്റെ കാലമായിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അമ്മയും ജാനു ചേച്ചിയും ലീല ചേച്ചിയും ഒക്കെ മുറ്റത്തേക്ക് ഇറങ്ങും. അമ്മാവനും കുഞ്ഞേട്ടനും സജീവമാകും. വേനൽക്കാലത്തുണ്ടാക്കുന്ന കൊണ്ടാട്ടം മഴക്കാലം വരെ സൂക്ഷിക്കണം. മഴക്കാലം തീരുന്നതോടെ കൊണ്ടാട്ട പാട്ടകൾ കാലിയാകും. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം അരീപ്പറമ്പിലെ ആ പഴയ വീട്ടിലേക്ക് ചെന്നപ്പോൾ മുറ്റത്ത് ഗീത ചേച്ചി മാത്രം കൊണ്ടാട്ടം ഉണ്ടാക്കുന്നു. ഒരുപാട് മുറികളുള്ള വലിയ മുറ്റമുള്ള തറവാട്ടിൽ ചേച്ചി ഇപ്പോൾ തനിച്ചാണ്. മക്കളൊക്കെ ജോലിയും തിരക്കുമായി പലയിടങ്ങളിലും വിദൂരങ്ങളിലും ആണ്. കൊച്ചുമക്കളും കളിപ്പാട്ടങ്ങളും വല്ലപ്പോഴും വന്നു പോയാലായി. ഒരു കാലത്ത് മിണ്ടാട്ടത്തിൻ്റെ വാചാലമായ സജീവ അനുഭവങ്ങൾ നിറഞ്ഞിരുന്ന ഇടം ഇന്ന് മിണ്ടാട്ടം മുട്ടിയ മൗന കേന്ദ്രമായി മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് ഈ എഴുത്തുകാരൻ്റെ അനുഭവം മാത്രമല്ല. നമ്മൾ മിണ്ടുന്നത്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്, വാചാലമാകുന്ന അനുഭവങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പരസ്പരം മിണ്ടാട്ടമില്ല, വീടുകളിൽ മിണ്ടാട്ടമില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആകെ കൂടി ചുരുങ്ങിയ സമയം മാത്രമാണ് ഭവനങ്ങളിൽ നാം ചെലവിടുക. ആ സമയം പോലും നമ്മുടെ സ്വാർത്ഥതകളിലും സ്വന്തം കാര്യങ്ങളിലും അവനവൻ തുരുത്തുകളിൽ മിണ്ടാട്ടം മുട്ടിയ മനുഷ്യരായി നാം ഇന്ന് നിലകൊള്ളുകയാണ്. ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ അവർ അനുഗ്രഹീതയായ ഒരു എഴുത്തുകാരിയാണ്. അവരുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് അവളവൾ ശരണം എന്നാണ്. അതിനകത്ത് ഒരു പാഠത്തിന് പേര് കൊടുത്തിരിക്കുന്നത് മ്യൂട്ട് ഹെർ എന്നാണ്. മ്യൂട്ട് ഹെർ. മ്യൂട്ട് ഹെർ പാഠത്തിൽ എഴുതിയിരിക്കുന്നത് കഠിനമായ മിണ്ടാതാകലിൻ്റെ ചരിത്രമാണ്. മിണ്ടാൻ പാടില്ല എന്ന് ആക്രോശിച്ച ഒരു ചരിത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ മിണ്ടാൻ പാടില്ല. 17-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ ലോകത്ത് പൊതുസ്ഥലത്ത് ആവശ്യമില്ലാതെ സംസാരിച്ചു എന്ന ആരോപണം ഉയർത്തി, ഒച്ച ഉയർത്തി സംസാരിച്ചു എന്ന അപവാദം പറഞ്ഞ്, ഏക്ഷണി പറഞ്ഞ്, ഇങ്ങനെ പലവിധ ആരോപണങ്ങളിൽപ്പെട്ട സ്ത്രീകൾ അന്നത്തെ സമൂഹം ആ സ്ത്രീകളെ ശിക്ഷ വിധിച്ചിരുന്നു എന്നതാണ് ചരിത്രം. സ്ത്രീകൾക്കെതിരെയുള്ള നിയമങ്ങളിലെല്ലാം അവളെ നിശബ്ദയാക്കുക എന്നൊരു പ്രത്യേക ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു എന്നതൊരു ചരിത്ര സത്യമാണ്. എന്നാൽ ദൈവരാജ്യ അനുഭവത്തിൽ സ്ത്രീകൾ 2-ാം സ്ഥാനക്കാരല്ല. ഗലാത്യർ ലേഖനം 3-ാം അധ്യായം 28-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നത്രേ. സ്ത്രീക്കും പുരുഷനും ദൈവസന്നിധിയിൽ തുല്യ സ്ഥാനവും പരിഗണനയുമാണ് ഉള്ളത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 18-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം, ഭർത്താവും ഭാര്യയും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ, എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു, എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താണവരല്ല. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 14-ാം അധ്യായം 34-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ഈ വാക്യത്തിൻ്റെ ചൂട് പിടിച്ച് സ്ത്രീകളുടെ മിണ്ടാട്ടം മുട്ടിക്കുന്ന, വളരെ കൗശലത്തോടെ സ്ത്രീകളെ നിശബ്ദരാക്കുന്ന ഈ കാലഘട്ടത്തിനെതിരെ
എസ്തേറിൻ്റെ പുസ്തകം വ്യക്തമായ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. വാസ്തവത്തിൽ സ്ത്രീകൾ സഭായോഗത്തിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ വാക്യം എഴുതുന്നതിനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. കൊരിന്ത്യ സഭയിലെ ചില സ്ത്രീകൾ ആരാധന സമയത്ത് ഉചിതമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു ശീലമായിരുന്നു. വേണ്ടാത്ത വർത്തമാനം പറയും, പല ചോദ്യങ്ങൾ ചോദിച്ച് പ്രസംഗകരെ തടസ്സപ്പെടുത്തും, ആരാധന അലങ്കോലപ്പെടുത്തും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് സ്ത്രീകൾ ഈ ആരാധനയിലും പ്രസംഗ സമയത്തുമൊക്കെ മൗനം പാലിക്കുന്നത് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ വ്യക്തമായ സൂചനയാണ് തൊട്ടടുത്ത വാക്യം. 1 കൊരിന്ത്യർ 14:35 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സ്ത്രീകൾ വല്ലതും പഠിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ. സഭയിലെ സംസാരം, ആരാധനയിലെ സംസാരം, പ്രസംഗത്തിനിടയിലെ സംസാരം ഉചിതമല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ ഒരു വാക്ക് പൗലോസ് എഴുതിയത്. സ്ത്രീകൾ മിണ്ടുന്നതിൽ ഒരു തടസ്സവുമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 8-9 വാക്യങ്ങൾ, ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, ആരാധനയ്ക്കും സ്തോത്രത്തിനും നേതൃത്വം കൊടുക്കുന്ന മിരിയാമിന്റെ ദൈവം. അപ്പോസ്തല പ്രവൃത്തികൾ 9, സ്നേഹം സൽപ്രവൃത്തികളോട് സാക്ഷ്യപ്പെടുത്തിയ തബീതയുടെ ദൈവം. അപ്പോസ്തല പ്രവൃത്തികൾ 18, ഭർത്താവായ അക്വിലാസിനോടൊപ്പം ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി സുവിശേഷിച്ച പ്രിസ്കില്ലയുടെ ദൈവം. ഇങ്ങനെ നമ്മുടെ ദൈവം സ്ത്രീകളുടെ മിണ്ടാട്ടം മുട്ടിക്കുന്ന ദൈവമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എസ്തേറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പങ്കിടട്ടെ. എസ്തേർ, സ്താറ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് എസ്തേർ എന്ന പേര് വന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. ആരാണ് എസ്തേർ? ഭയത്തിൻ്റെയും നിരാശയുടെയും അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു ജനതയ്ക്ക് പ്രത്യാശയുടെയും രക്ഷയുടെയും പ്രകാശം പരത്തിയ പൊൻതാരകമാണ് എസ്തേർ. കുട്ടിയായിരുന്നപ്പോൾ ശൈശവത്തിൽ തന്നെ അപ്പനും അമ്മയും എസ്തേറിനെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ബന്ധുവായ മൊർദെഖായി അനാഥയായ എസ്തേറിനെ മകളെപ്പോലെ വളർത്തി. പീഡിതരും മർദ്ദിതരും വംശനാശത്തിന് വിധിക്കപ്പെട്ടവരുമായ ജനത്തിൻ്റെ കണ്ണുനീരിന് ദൈവം നൽകിയ മറുപടിയാണ് എസ്തേർ. എളിയവരിലൂടെയും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എസ്തേർ. അനാഥയും പരദേശിയും പ്രവാസിയുമായ എസ്തേറിനെ ദൈവം ഉയർത്തി. വളർന്നു വന്ന സാഹചര്യത്തെയും സ്വന്തം ജനത്തെയും എസ്തേർ മറന്നു കളഞ്ഞില്ല. സ്വജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും തൻ്റെ ജനത്തിനു വേണ്ടി രാജസന്നിധിയിൽ നിലകൊണ്ടവരുടെ പേരാണ് എസ്തേർ. എസ്തേറിൻ്റെ പുസ്തക ചരിത്രം ചുരുക്കമായി പറയട്ടെ. പേർഷ്യൻ രാജ്യത്തായിരിക്കുന്ന യഹൂദ സമൂഹത്തെ തുടച്ചു നീക്കുന്നതിന് ഹാമാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയാണ്. രാജകീയ ഉത്തരവ് നേടിയെടുത്ത് ഹാമാൻ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ മൊർദെഖായി ആ നിലവിലെ സാഹചര്യം അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായ എസ്തേറിനോട് പങ്കിടുകയും ഇക്കാര്യത്തിൽ ഇടപെട്ട് യഹൂദ ജനസമൂഹത്തെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കുറിവാക്യമായി വായിച്ച എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. മൊർദെഖായി എസ്തേറിനോട് പറയുന്ന വാക്കുകളാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? For if you keep silence at such a time as this, relief and deliverance will rise from the Jews from another quarter, but you and your father's family will perish. Who knows? നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ. തുടർന്ന് എസ്തേർ തൻ്റെ ബോധ്യത്തിലും നിയോഗത്തിലും ആഴപ്പെടുകയാണ്. മൊർദെഖായിയുടെ ഈ വാക്കുകൾ കേട്ടതോടുകൂടി എസ്തേറിനൊരു പുതുജീവൻ, ഒരു പുതു ചൈതന്യം, ഒരു പുതിയ തീരുമാനം കൈവരികയാണ്. തുടർന്ന് യഹൂദരെ ഒന്നിച്ചു കൂട്ടുന്നു, ഉപവാസം പ്രഖ്യാപിക്കുന്നു. എസ്തേർ തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുന്നു. 3 കാര്യങ്ങൾ എസ്തേറിൻ്റെ മിണ്ടാട്ടവുമായി ബന്ധപ്പെട്ട്, എസ്തേറിൻ്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട്, എസ്തേറിൻ്റെ പറച്ചിലും വർത്തമാനവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ചുരുക്കമായി പറയട്ടെ. 1, മിണ്ടാട്ടം ഒരു പ്രകാശമാകണം. മിണ്ടാട്ടം സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം വേദനിക്കുന്നവൻ്റെ, അവഗണിക്കപ്പെടുന്നവൻ്റെ, സഹജൻ്റെ പ്രകാശമായി മാറണം. വാസ്തവത്തിൽ വളർത്തച്ഛനായ മൊർദെഖായിയുടെ വല്ലാത്ത ചോദ്യവും വാക്കുകളുമാണ്
ഈ എസ്തേറിനെ സജീവമാക്കിയത്. എസ്തേറിന് തൻ്റെ അവകാശങ്ങളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച്, രാജ്ഞി എന്ന നിലയിൽ താൻ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചൊക്കെ കുറെ കൂടി ബോധ്യമുണ്ടാവുകയാണ്. എസ്തേറിനിപ്പോൾ കൈവന്നിരിക്കുന്ന പദവിയായാലും അവകാശങ്ങളായാലും സ്വാതന്ത്ര്യമായാലും അധികാരമായാലും സൗകര്യങ്ങളായാലും സുരക്ഷിതത്വമായാലും സംരക്ഷണമായാലും അത് എസ്തേറിന് മാത്രം, സ്വന്തം നേട്ടത്തിന് മാത്രമുള്ളതല്ല. എസ്തേർ മിണ്ടേണ്ടത് മറ്റുള്ളവരുടെയും ജീവിത നന്മയ്ക്ക് വേണ്ടിയാകണം. അന്ധകാരത്തിലായിരിക്കുന്ന യഹൂദ ജനത, ആ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ സാധ്യതയുള്ള ജനതയുടെ വെളിച്ചത്തിന് കാരണമാകണം എസ്തേറിൻ്റെ മിണ്ടാട്ടം. സ്വന്തം കാര്യം മാത്രമല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പ് വരുത്താനാകണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏതൊരു പദവിയാകട്ടെ, ഏതൊരു സ്ഥാനമാകട്ടെ, ഏതൊരു ഉത്തരവാദിത്വമാകട്ടെ, ദൈവജനത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും. നമ്മുടെ സഹയാത്രികരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം എന്നതാണ് എസ്തേറിൻ്റെ പാഠം. നിസ്സഹായ അനുഭവങ്ങളിൽ എത്രയോ പേര്, നിസ്സംഗമായ അനുഭവങ്ങളിൽ എത്രയോ പേര്, സങ്കടങ്ങളിൽ തോരാത്ത കണ്ണുനീരുമായി നമ്മുടെ പരിസരങ്ങളിൽ എത്രയോ പേർ, മരണമുഖങ്ങളിൽ തീവ്രവേദനയുമായി എത്രയോ പേർ, നമ്മുടെ സാന്ത്വന കരം പ്രതീക്ഷിച്ച് നമ്മുടെ ചുറ്റും എത്രയോ പേർ. മിണ്ടാട്ടം സഹജൻ്റെ ജീവിതത്തിന് പ്രകാശമായി മാറണം. താമരശ്ശേരിയിൽ ഷഹബാസ് എന്നൊരു 10ാം ക്ലാസ്സുകാരൻ, ഷഹബാസ് എന്ന കൊച്ചുമകനെ സഹപാഠികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. അവിടുത്തെ ഒരു മുൻ അധ്യാപിക ജയ അവരുടെ പ്രതിഷേധ സ്വരം ഉയർത്തുന്നൊരു വീഡിയോ കണ്ടു. അതിലവർ പറയുന്നുണ്ട്, എൻ്റെ മകനാണെങ്കിൽ ഞാൻ സഹിക്കൂല, ഞാൻ പ്രതികരിക്കാൻ തന്നെയാണ് വന്നത്, എനിക്ക് സഹിക്കുന്നില്ല, TV-യുടെ മുന്നിലിരുന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് TV-യിലും വാർത്തകളിലുമൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ശരിയല്ല, എൻ്റെ കുഞ്ഞാണെങ്കിൽ ഞാൻ സഹിക്കോ, ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന മറ്റുള്ളവൻ്റെ വേദന, മറ്റൊരുവൻ്റെ വേദന സ്വന്തം വേദനയായി മിണ്ടിത്തുടങ്ങുന്നിടത്താണ് ദൈവത്തിൻ്റെ നീതി നടപ്പിലാവുക. അവിടെയാണ് എസ്തേർ നമുക്കൊരു മാതൃകയാവുക. സഹചരുടെ സഹനങ്ങളും സങ്കടങ്ങളും കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നവരാണോ നമ്മൾ? സ്വന്തം കാര്യങ്ങളിലൊക്കെ നമ്മൾ എത്ര വാചാലരാണ്. സ്വന്തം മുറിവുകളിൽ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മുടെ മിണ്ടാട്ടം, അതിൻ്റെ ആഴവും വ്യാപ്തിയുമൊക്കെ വർദ്ധിക്കും. പക്ഷേ സഹയാത്രികരുടെ, നമ്മുടെ പരിസരങ്ങളിലുള്ളവരുടെ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നാം മിണ്ടാട്ടം മുട്ടിയവരാണ്. മിണ്ടാട്ടം ഒരു പ്രകാശമായി മാറണം. സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം സഹജൻ്റെ ജീവിത സന്തോഷത്തിന് കാരണമാകണം. 2, എസ്തേർ തൻ്റെ വാക്കുകൾ, മിണ്ടാട്ടം ഒരു പ്രതിരോധമാക്കി ഏറ്റെടുക്കുകയാണ്. കാരണം സ്വന്തം ജനത നശിക്കാൻ പോകുന്നു. അതുകൊണ്ട് എസ്തേർ മുന്നോട്ട് വരികയാണ്. ഒരു പ്രതിരോധത്തിൻ്റെ ശക്തിയായി ആ രാജ്യത്തിൻ്റെ അധികാരത്തോട് വെല്ലുവിളിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി ഒരു പ്രതിരോധത്തിൻ്റെ ശക്തിയായി മാറുകയാണ് എസ്തേർ. മരണകരമായ അനുഭവങ്ങൾക്കപ്പുറം പ്രത്യാശയുടെ പ്രതിരോധമാകണം നമ്മുടെ മിണ്ടാട്ടം. ശൂസൻ രാജധാനിയിൽ ഗൂഢാലോചനകൾ പലതും അരങ്ങേറുന്നുണ്ടാകും. കഴിമരങ്ങൾ പലപ്പോഴും ഒരുക്കപ്പെടുന്നുണ്ടാകും. എന്നാൽ ഒരു ഉറപ്പ് പങ്കിടട്ടെ, ദൈവം തെരഞ്ഞെടുത്തവരെ മാനുഷികമായി തുടച്ചു നീക്കാൻ കഴിയുകയില്ല. ഗൂഢാലോചനക്കാരനായ ഹാമാൻ കുതന്ത്രം കൊണ്ട് അതീവ ശ്രദ്ധയോടെ നിർമ്മിച്ച കഴിമരത്തിൽ അവൻ തന്നെ തൂങ്ങിയാടി. സ്വയം കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു. എന്നിട്ടും ഇത്തരം ഗൂഢാലോചനകളുടെ ദുരന്ത പര്യവസാനം ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ തെളിമയോടെ നിന്നിട്ടും സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന ആവർത്തന കാഴ്ചകൾ നമ്മുടെ പരിസരങ്ങളിലും അരങ്ങേറിയിട്ടും ഗൂഢാലോചനകൾക്കും വംശഹത്യകൾക്കും യാതൊരു കുറവുമില്ല. ഹാമാന്മാരെ പോലെ വിവേകം നഷ്ടപ്പെട്ട വ്യക്തികൾ ഏഷണി കൂട്ടുവാൻ കൂടെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളുടെ ആക്കവും വർദ്ധിക്കും. തിരിച്ചടികൾ ജീവിതത്തിൻ്റെ അവസാനമല്ല. തിരിച്ചടികളെ പ്രതിരോധിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. തിരിച്ചടികളെ പ്രതിരോധിക്കാൻ കഴിയാതെ ഒരു തുണ്ട് കയറിലും ഒരു കുപ്പി വിഷത്തിലുമൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നവർ ധാരാളമാണ്. നിസ്സാര കാര്യങ്ങൾ പോലും അതിജീവിക്കാൻ കഴിയാതെ സ്വയഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ. കഴിമരം ഒരുങ്ങി വധശിക്ഷയുടെ നിഴലിൽ നിൽക്കുകയാണ് എസ്തേറിൻ്റെ വളർത്തച്ഛനായ മൊർദെഖായി. കഴിമരം മുൻപിൽ നിൽക്കുമ്പോഴും ഈ മൊർദെഖായി നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ നിയോഗം ചെയ്ത് പൂർത്തീകരിക്കുകയാണ്. എന്തൊരു ആത്മവിശ്വാസമാണ് ഈ മനുഷ്യൻ നമ്മുടെ മുൻപിൽ കാട്ടിത്തരുന്നത്. കൊല്ലാൻ പദ്ധതി തയ്യാറാക്കി, കഴിമരം തയ്യാറാക്കി, ഗൂഢാലോചന തയ്യാറാക്കി, എല്ലാ കാര്യങ്ങളും സജീവമായി മുന്നിലുള്ളപ്പോഴും മൊർദെഖായി ആത്മവിശ്വാസത്തിൻ്റെ വറ്റാത്ത ഉറവയായി നിൽക്കുകയാണ്. ഈ മൊർദെഖായിയാണ് എസ്തേറിൻ്റെ
ജീവിതത്തിന് ഒരു വഴികാട്ടിയായി മാറുന്നത്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയാലോ, ഉദ്ദേശിച്ച വിഷയത്തിനോ സ്ഥാപനത്തിനോ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ, ഉദ്ദേശിച്ചതുപോലൊരു വാഹനം കിട്ടിയില്ലെങ്കിലോ ആത്മഹത്യക്ക് മുതിരുന്ന ഈ പുതിയ തലമുറയ്ക്ക് മോർത്തേക്കായി ഒരു പാഠമാണ്. കഴിമരങ്ങളുടെ ഉയരം കണ്ട് നാം എന്തിനാണ് ഭയപ്പെടുന്നത്? സഹായം കൊട്ടാരത്തിൽ നിന്ന് വരും എന്ന് ചിന്തിച്ചയാളാണ് വളർത്തച്ഛനായ മോർത്തേക്കായി. എന്നാൽ എസ്തേർ അതിനെ ഒന്ന് തിരുത്തുന്നുണ്ട്. മോർത്തേക്കായി പറയുന്നതും ചിന്തിച്ചതും സഹായം കൊട്ടാരത്തിൽ നിന്ന്, രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് വരും എന്ന് പറയുമ്പോൾ എസ്തേർ പറയുകയാണ് സഹായം ഉപവാസത്താൽ വരും. സഹായം വരും ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ. ദൈവിക സംസർഗമുണ്ടായാൽ സഹായം സാധ്യമാണ്. മരണതുല്യമായ പ്രതികൂലങ്ങൾ ജീവിതത്തെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ, പ്രതിരോധത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും നമ്മൾ മറന്നു പോകുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകം നമുക്കൊരു വലിയ ഊർജ്ജമാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ മുൻനിർത്തി ഉപവാസം ശീലിച്ചവർക്ക് ദേശത്തിൻ്റെ വിമോചനത്തിനായി ഉപവസിക്കാൻ കഴിയുമോ എന്നാണ് എസ്തേർ ചോദിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഉപവസിച്ചിരുന്നു, ഇന്നലെ വരെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഉപവസിച്ചിരുന്നു. എന്നാൽ എസ്തേർ അതിനകത്തൊരു മാറ്റം വരുത്തുകയാണ്. ദേശത്തിൻ്റെ നന്മയ്ക്കായി, യഹൂദ ജനതയുടെ വീണ്ടെടുപ്പിനായി ഈ ഉപവാസത്തിൽ നിങ്ങൾക്ക് അണിചേരാൻ കഴിയുമോ? സഭയുടെ നന്മയ്ക്കായി ഈ ഉപവാസത്തിൽ ചേരാൻ കഴിയുമോ? ഈ ജനസമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഈ ഉപവാസത്തിൽ നിങ്ങൾക്ക് കൂടിച്ചേരാൻ കഴിയുമോ? തുടർന്ന് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം എസ്തേർ മോർത്തേക്കായിക്ക് വ്യക്തമായി നൽകുന്ന 3 നിർദ്ദേശങ്ങളുണ്ട്. 1, ശൂശനിൽ യഹൂദരെ ഒരുമിപ്പിക്കണം, ജനത്തെ ഒരുമിപ്പിക്കണം. 2, 3 ദിവസം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണം. 3, ഉപവാസം നടത്തണം. ജനം ഒരുങ്ങിയാൽ പ്രതിരോധത്തിൻ്റെ പദ്ധതി പൂവണിയും. ഇതാണ് എസ്തേറിൻ്റെ സ്വപ്നം. പ്ലാനും പദ്ധതിയും ഒക്കെ കൃത്യമായി ഉണ്ടായിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് വിലപിക്കുന്നവർ ഓർക്കുക, പദ്ധതികൾ ഒരുങ്ങിയാൽ മാത്രം പോരാ, നാമും കൂടി ഒരുങ്ങണം. ശവകുടീരമായി തീരുമെന്ന് കരുതിയ ശൂശൻ രാജധാനി മോർത്തേക്കായുടെ പ്രതീക്ഷയുടെ ഇടമായി മാറുകയാണ്. എസ്തേറിലൂടെ അത് നടപ്പിൽ വരുത്തുകയാണ്. ഹാമാന്മാർ എത്ര കരുതലോടെ കഴിമരമൊരുക്കി കാത്തിരുന്നാലും നാം ദൈവപദ്ധതിയിൽ സമർപ്പണം ചെയ്താൽ മരണകരമായ അനുഭവങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. സൂര്യശോഭയോടെ മോർത്തേക്കായും എസ്തേറും അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ്. ദുഃഖങ്ങളിൽ സ്ഫുടം ചെയ്ത ജീവിതങ്ങളുടെ കീർത്തി സകല ഇടങ്ങളിലും പരക്കും എന്ന് എസ്തേറിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലുണ്ട്. നമ്മുടെ മിണ്ടാട്ടം ഒരു പ്രതിരോധത്തിൻ്റെ അനുഭവമായി മാറണം. 3, അവസാനമായി മിണ്ടാട്ടം ഒരു പ്രതിജ്ഞയാകണം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം, നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. എന്താണ് പ്രതിജ്ഞ? പ്രതിജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം ശപഥം, നിശ്ചയം, വാഗ്ദാനം. ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് സത്യം ചെയ്ത് പറയൽ. ഇതിൻ്റെ പേരാണ് പ്രതിജ്ഞ. എസ്തേർ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എൻ്റെ ജനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. അതൊരു ദൃഢപ്രതിജ്ഞയാണ്. നമ്മുടെ കൂട്ടായ്മകളെ നോക്കി, നമ്മുടെ സഭകളെ നോക്കി ഈ വാക്കുകൾ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. സഹോദര താല്പര്യങ്ങൾ അപകടത്തിലായപ്പോൾ വ്യക്തികൾ ആത്മത്യാഗത്തിന് ഒരുങ്ങുന്ന ചരിത്രമാണ് എസ്തേർ. എൻ്റെ കൂടെ ഉള്ളവർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവർ അപകടത്തിലാണെന്ന് അറിയുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ത്യജിക്കേണ്ടി വരും. വ്യക്തിപരമായ ഈഗോകൾ, വ്യക്തിപരമായ സ്വാർത്ഥപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് വെടിയേണ്ടി വരും. എൻ്റെ കൂടെ ഉള്ളവർ അപകടത്തിലാണ് എന്ന് നാം ബോധ്യപ്പെടുമ്പോൾ, എൻ്റെ ജനം, എൻ്റെ സഭ അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആത്മത്യാഗത്തിന് ഒരുങ്ങണം എന്നതാണ് എസ്തേറിൻ്റെ പാഠം. വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, സ്വയം സമർപ്പിക്കേണ്ടി വരും. എസ്തേർ തൻ്റെ ജീവൻ പണയം വെച്ചും സ്വന്തം ജനത്തെ രക്ഷിക്കാൻ ഒരുങ്ങുന്നു. നമ്മളെല്ലാവരും പ്രതിജ്ഞകൾ ചൊല്ലാറുണ്ട്. സ്കൂളിൽ ഇങ്ങനെയുള്ള പ്രതിജ്ഞകളൊക്കെ കേട്ടാണ് നമ്മൾ വളർന്നത്, അല്ലെ? എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പ്രതിജ്ഞകൾ ചൊല്ലും. നമ്മൾ ഈ പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊരു പ്രതിജ്ഞയുണ്ട്. ദൈവഹിതത്തിനനുസരണമായി, എൻ്റെ സ്വന്തം നേട്ടങ്ങൾക്കപ്പുറമായി ഞാൻ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ട് കൊള്ളാം എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യാറുണ്ട്. നമ്മുടെ സംഘടനകൾ, യുവജന സംഘടനയും പിന്നെ സ്ത്രീജന സംഘടനയും ഒക്കെ മാസത്തിലൊരിക്കലെങ്കിലും പ്രതിജ്ഞകൾ പുതുക്കാറുണ്ട്. വർഷാരംഭത്തിൽ സഭയിൽ നിന്നൊരു ഉടമ്പടി ശുശ്രൂഷയിൽ നമ്മൾ പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. പ്രതിജ്ഞകൾ ചൊല്ലിത്തീർക്കുകയല്ല, പ്രതിജ്ഞയിൽ നിലനിൽക്കുന്നതാണ് പ്രധാനം. മിണ്ടാട്ടം ഒരു ദൃഢപ്രതിജ്ഞയായി മാറണം. 3 കാര്യങ്ങളാണ് എസ്തേറിൻ്റെ വാചാലമായ സംസാരത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. 1, മിണ്ടാട്ടം സ്വന്തം നേട്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവർക്ക് പ്രകാശമായി ഭവിക്കണം. 2, മിണ്ടാട്ടം മരണകരമായ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒരു പ്രതിരോധത്തിൻ്റെ അനുഭവമായി മാറണം. 3, മിണ്ടാട്ടം
ഒരു പ്രതിജ്ഞയായി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിൽ ഈ 3 വാക്കുകളും ഒരേ അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്: പ്രകാശം, പ്രതിരോധം, പ്രതിജ്ഞ. അങ്ങനെ നമ്മുടെ വാക്കുകളും നമ്മുടെ സംസാരവും പറച്ചിലും മറ്റുള്ളവർക്ക് നന്മയായി ഭവിക്കട്ടെ. എസ്തേർ ഒരു മുൻകുറിയാണ്, എസ്തേർ ഒരു മാതൃകയാണ്, എസ്തേർ നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ ഒരു പാഠമാണ്.